ഭയങ്കര തലവേദന. ആവശ്യമില്ലാതെ വെള്ളം അടിച്ച് നമ്മളില്ലേ. തലവേദനയാണല്ലേ? താങ്ക്സ്. അച്ഛാ, അച്ഛനും അറിയത്തില്ലേ വെള്ളപൊടി നാണം കേടാന്ന്? എന്നിട്ട് മനുഷ്യനെ വെറുതെ നാണം കെടുത്താൻ കിട്ടും. എന്തിനാടാ അച്ഛനെ കുറ്റപ്പെടുത്തുന്നേ? അച്ഛനെ വെള്ളമൊന്നും അടിക്കില്ല ഇല്ലേ അച്ഛാ? അയ്യോ ഇല്ല മക്കളെ, അലമ്പ് പരിപാടി. സ്വയം നാണം കെടുത്തി അതുകൊട്ടെ കള്ളുടിച്ച് നമ്മുടെ കൂടെ നാണം കെടുത്തി കളഞ്ഞു. നമ്മൾ ആരും അച്ഛന് പ്രഷർ കൊടുക്കരുത്. അതുകൊണ്ട് അച്ഛൻ വെള്ളം അടിച്ച അല്ലേ അച്ഛോ? നല്ലാതെ വെള്ളം അടിച്ചാൽ എന്ത്? അച്ഛൻ അമ്മയെ പറയാനുള്ള മൊത്തം പറഞ്ഞല്ല. ചില ആൾക്കാർ ഇങ്ങനെ ആടാ വെള്ളം അടിച്ചാലേ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക്. അയ്യോ ഭയങ്കര തലവേദന. തലവേദനിക്കും, ആവി പിടിച്ചാൽ മതി മാറിക്കോളൂ. നീ കുറച്ച് വെള്ളം ചൂടാക്ക്, ഞാൻ എന്താ വരണം. ചെല്ല് മാറു മക്കളെ. ആ ബാലു, ഒരു കാര്യം പറയാനുണ്ട്. മറ്റേ കുട്ടനും അച്ഛനും കൂടെ ആ പ്ലാൻ മാറ്റിയിട്ടാ. പ്ലാനാ? സ്ഥലം വിൽക്കുന്ന കാര്യം ഉണ്ടല്ലോ, അത് മാറ്റിന്ന്. ഞാൻ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത് അവരറിഞ്ഞാണ്. പിന്നെ അതൊന്നുമല്ല, ആ സ്ഥലത്തിന് ഇപ്പൊ വിചാരിച്ച വിലയൊന്നും കിട്ടൂല. അതുകൊണ്ട് അത് അതിന്റെ ആധാരം വെച്ചിട്ടേ അഗ്രികൾച്ചർ ലോൺ എടുക്കാന്ന് വിചാരിച്ചു. ലോണാ? ലോൺ ഒന്നും കേട്ടിട്ടില്ലേ? ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 15 വർഷം കൊണ്ട് EMI അടച്ചു തീരും. അത് കഴിയുമ്പോൾ ആധാരം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നമ്മളെ പേരിലേക്ക് ആധാരം മാറ്റി എഴുതി തരും. എടി ആരടുത്ത് ചോദിച്ചിട്ടടി അവരങ്ങനെ ചെയ്തത്? എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. നിന്നെ വിളിച്ച് പറഞ്ഞാടി? എടി അവരെന്നെ വിളിക്കണ്ടേ? അയ്യടാ 15 വർഷം കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ആധാരം എടുത്ത് ഇഞ്ച് കൈ തരാന്ന്. ആ സമയം ഞാൻ മണ്ണിന്റെ അടിയിലാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുന്നുംപുറത്തെ സ്ഥലം എഴുതി തരും. എവിടെ? കുന്നുംപുറത്തെ. കുന്നുംപുറ എന്തിന്? അവസാന കാലത്ത് പോയി താമസിക്കാനാ? ഇവിടെ ഇപ്പൊ അതൊക്കെ തന്നെയല്ലേ ചെയ്യണേ. കേട്ടുതരും ഞാൻ. ഇങ്ങനെ പോയാ എങ്ങനെയാ ബാലു? ഇനി എങ്ങനെ പോകുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വിചാരിച്ച് തള്ളയും മക്കളും കൂടെ എഴുന്നള്ളിയപ്പോഴേ വിചാരിച്ച് എന്നെ കൊല്ലാനുള്ള പുറപ്പാടായിരിക്കുമെന്ന്. ഇനി ബാലു എങ്ങനെ പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയിട്ട് ഇപ്പം വരാം. ഞാൻ വരാം. വണ്ടിക്കാശ് തരാം. വണ്ടിയില്ല. ഞാൻ വരാടി. ഞാൻ പോയിട്ട് വരാം. നിനക്കെല്ലാം എന്നെ പേടിച്ച മോളെ സാധനം മൊത്തം മേളിൽ കയറ്റിയെടുത്ത് വെച്ച് ഇനിയിപ്പോ അവിടെ കിടക്കിട്ട് നോക്കാം. എന്താണ് എടുക്കണേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്ന് മോഷ്ടിക്കരുത്, എന്നോട് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാ കേശു? അനുസരിക്കാത്ത. അല്ല അമ്മേ, പണ്ട് ഉണ്ണികൃഷ്ണൻ വെണ്ണ കിട്ടിയിരുന്നിട്ടില്ലേ? പിന്നെ നീ ഇപ്പൊ വെണ്ണയല്ല കട്ടി തിന്നാൻ പോയത്. ചെയ്യോ? കട്ട് തിന്നോ? കട്ട് തിന്നോ? കേശു കേശു അമ്മേ, ഇവരുടെ തലകൾക്ക് ഞാൻ ഇപ്പൊ തീർത്തരാം. കത്തിച്ചാ പോരെ? മക്കളൊക്കെ കണക്കാ. മലരെ വാമനോഹരാ വാമുരളീധരാ ഇവിടെ ഓരോ പ്രവാസി വേല വയ്ക്കും നേരം ഞാനും എൻ്റെ ഭാര്യയും പിള്ളേരും അവിടെ ഉണ്ടാക്കാൻ പാടാതെ നിനക്ക് സഹിക്കുന്നതല്ലേ ഞാൻ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത്. എന്നെ കുടിപ്പിച്ച് കിടത്തി വഴിയാധാരം ആക്കിയില്ലടാ നീ. എനിക്കിപ്പോ കുടുംബവും ഇല്ല, ബന്ധുക്കളും ഇല്ല, കിടക്കാൻ ഒരു സ്ഥലവും ഇല്ല. എല്ലാരും ഉണ്ടല്ലോ. ആരോഗ്യിക്കണേ വരില്ലെന്ന് വിചാരിച്ചാ? പോയ പോക്കിനങ്ങ് പോകുമെന്ന് വിചാരിച്ചാ? നീ എവിടെ പോകടാ? ഡാൻസ് പ്രാക്ടീസിന് പോണ്. ഡാൻസ് പ്രാക്ടീസ് ഭയങ്കര ഉണ്ട്. മക്കളെ കേശു അച്ഛനെ, അച്ഛൻ പരിപ്പോട വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് നോക്ക് കേട്ടാ. അമ്മേ, എനിക്കിത് കണ്ടിരിക്കാനൊന്നും വയ്യാട്ടാ, ഞാൻ പോണേ. അയ്യോ പോടേ പോ. എന്താ അച്ഛൻ പോണം? എൻ്റെ തന്ത നിനക്ക് എന്തടേ പരിപ്പുടന്ന് കേട്ടപ്പോൾ മുഖത്തൊരുമാതിരി പടപടാന്ന്? എന്ത് നിനക്ക് പിടിക്കുന്നില്ലേ? എവളിപ്പം ബർഗറും കുറുക്കറൊക്കെ അല്ലേ കഴിക്കൂ.
നിനക്ക് ഓർമ്മയുണ്ട പണ്ട് നിനക്ക് ഞാൻ നാരങ്ങ മുട്ടായിയും ഇഞ്ചി മുട്ടായി വാങ്ങിച്ചു ഓർമ്മയുണ്ട? ഓർമ്മയുണ്ടാടി? നീ എന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയം ബാലമാവിൻ്റെ കടയിലെ മുട്ടായിയെ കഴിക്കൂ. വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിലേ പെണ്ണങ്ങും. ഇപ്പം നീ റിച്ച്. ഓക്കെ, അവൾക്കിപ്പോൾ പ്ലെയിന് വേണം, കാറ് വേണം, മെട്രോ റെയിൽ വേണം. അയ്യോ, അച്ഛൻ്റെ കവറും പോയി, 80 സെൻറ്റ് സ്ഥലവും പോയി. എൻ്റെ അമ്മേ! അയ്യോ, തൊട്ടുപോകരുത്, എന്നെ തൊട്ടുപോകരുത്. നീ എല്ലാം ഒരുത്തരും എന്നെ തുടരുത് കേട്ടാ. അച്ഛൻ തറയെ കിടക്കും, അച്ഛൻ തറയാണ്. ആദ്യം നിൻ്റെ അമ്മയെ കൊണ്ടുവന്ന് മെത്തയെ കിടത്തും കേട്ടാ. വെറും മെത്തയല്ല, മെത്തയെ കിടത്ത്. അവള് പടവലം രാജ്യത്തെ മഹാരാജാവായ കുട്ടപിള്ളേരെ മോളാണ് അവള്. പടവലം രാജ്ഞി. അതുകൊണ്ടാണ് പറഞ്ഞത് കൊണ്ട് കിടത്ത്. അച്ഛന് തറ മതി. അങ്ങോട്ട് പോ, അവിടെ കിടക്കട്ടെ. മകളെ കാശു, മകളെ അച്ഛനെല്ലാവരും കൂടെ പറ്റിച്ചടാ. കുട്ടമ്പിള്ള മഹാരാജാവ് എല്ലാം കൂടെ ബാങ്കിൽ കൊണ്ട് തള്ളി. അച്ഛനൊന്നും ഇല്ലടാ മക്കളെ.